അങ്ങനെ ഞങ്ങൾ ഇന്ന് കണ്ണൻ്റെ കല്യാണം കൂടാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ വധുവരന്മാരെ നമ്മൾ ബ്ലെസ് ചെയ്യാണ് പതിവ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല, പങ്കെടുക്കുന്ന നമ്മളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാണ്ടീർവനിലെ കൃഷ്ണരാധ വിവാഹം നടന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദ്വാപരയുഗത്തിൽ നടന്ന വിവാഹമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണൻ്റെയും രാധാറാണിയുടെയും കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആ ഒരു ഫീലാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഒരിക്കൽ നന്ദഗോപർ പശുവിനെ മേയ്ക്കാനായിട്ട് ഈ ഭാഗത്ത് വന്നു. കൂടെ കണ്ണനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി. നന്ദഗോപർക്കാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാധാറാണി കൂടെയുണ്ട്. രാധാറാണി കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണല്ലോ കണ്ണനേക്കാളും. അപ്പോൾ രാധാറാണിയുടെ അടുത്ത് കണ്ണനെ ഏൽപ്പിച്ചു. യശോദാമ്മയുടെ അടുത്ത് കൊണ്ടാക്കാനും പറഞ്ഞു. കണ്ണനെ രാധാറാണിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം നന്ദഗോപർ അവിടുന്ന് പോയി. രാധാറാണി കണ്ണൻ്റെ കൈയും പിടിച്ച് കുറച്ച് ദൂരം നടന്നു. അങ്ങനെ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ അവരുടെ രൂപഭാവങ്ങളൊക്കെ മാറി. അവര് കിഷോര പ്രായത്തിലേക്ക്, അതായത് 13-14 വയസ്സുള്ള കുട്ടികളായിട്ട് മാറി. അങ്ങനെ ബ്രഹ്മാവ് അവിടെ എത്തി. ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെയും രാധാറാണിയുടെയും വിവാഹം നടന്നു. ബ്രഹ്മാവ് പുരോഹിതനായിട്ട് രാധാറാണിയുടെ കൈ കണ്ണൻ്റെ കയ്യിൽ കൊടുത്തു. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ണൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും കുപ്പിവളകൾ സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് കണ്ണൻ രാധയെ കല്യാണം കഴിച്ചില്ല എന്നുള്ളത് പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഥ രൂപത്തിലും കവിതയൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പരാതി പോലെ, കണ്ണനോടൊരു പിണക്കം പോലെയൊക്കെയാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ്. കണ്ണൻ്റെ ആരായിരുന്നു രാധ എന്നുള്ള എൻ്റെ സംശയം പൂർണ്ണമായി നീക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ എന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചത്. കണ്ണൻ്റെ കല്യാണത്തിന് സാക്ഷികളായ മരങ്ങളും മണ്ണും ഒക്കെ കൺകുളിർക്കെ കണ്ട് ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കുറേ നേരം. ഈ വൃന്ദാവന ധാമിൽ കാലുകുത്താൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കരുതുന്നു. അപ്പോൾ അവിടെ ജനിച്ചവരുടെ കാര്യമോ, അവരെത്ര പുണ്യാത്മാക്കളാണല്ലേ. കണ്ണൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് വ്രജവാസികളുടെ കൈകൊണ്ടുണ്ടാക്കിയ സദ്യ കൂടി കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ജന്മപുണ്യമെന്നോ മുജ്ജന്മ സൗഭാഗ്യമെന്നോ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ബ്രഹ്മാവാണ് പുരോഹിതനായി വന്ന് കൃഷ്ണരാധ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളത്. ജയപതാകയുടെ വൃന്ദാവന തീർത്ഥയാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വിവാഹത്തിൽ പങ്കെടുക്കാനും സദ്യ കഴിക്കാനും സാധിച്ചിട്ടുമുണ്ട്. നമ്മളൊക്കെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരോ എന്ന ചോദ്യമാണ് ഓരോ മുഖങ്ങളിലുണ്ടായിരുന്നത്. ഭാണ്ഡിവനിലെ വിവാഹത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകുന്നത് വംശീവഡിലേക്കാണ്.
ഈ വൃക്ഷച്ചുവട്ടിലിരുന്നാണ് കണ്ണൻ വേണു ഓതിയിരുന്നത്. ആ മധുരമനോഹരമായ വേണുനാദം കേട്ട് ഗോപിമാരൊക്കെ തങ്ങളുടെ ജോലി പോലും ഉപേക്ഷിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഈ വൃക്ഷത്തിൽ ചെവി ഓർത്താൽ ഇന്നും കണ്ണൻ്റെ ആ വേണുനാദം കേൾക്കാൻ സാധിക്കും. യഥാർത്ഥ ഭക്തർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. പ്രസാദം കഴിക്കാനായിട്ട് ഇങ്ങനൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആ വൃക്ഷച്ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അവിടെ ഒരു ചെറിയ വീടുമുണ്ട്. ആരോടാണ് പെർമിഷൻ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ ഒരാളെത്തി. നമ്മൾ ചോദിച്ചു, അവരവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. പ്രസാദം ആസ്വദിച്ച് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ പ്രകൃതി ഭംഗി കൂടി ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് കിട്ടി. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. വൃന്ദാവന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് കുറെ കൂടി കാണാനുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.